Maklada, welcome to the next video. Female reproductive system there 7 parts undennu paranju. Oru pair ovary, oru pair oviduct or fallopian tube, a uterus or womb, a vagina, a cervix, a vagina, female external genitalia, and lastly paired mammary glands. നമ്മൾ രണ്ട് വീഡിയോ ആയിട്ട് ഫീമെയിൽ എക്സ്റ്റേണൽ ജെനൈറ്റാലിയ രണ്ടോ മൂന്നോ വീഡിയോ ആവും നോക്കട്ടെ ഡ്യൂറേഷൻ. ഫീമെയിൽ എക്സ്റ്റേണൽ ജെനൈറ്റാലിയ അത് കഴിഞ്ഞ് നമുക്ക് മാമറി ഗ്ലാൻഡ്സും കൂടെയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫീമെയിൽ എക്സ്റ്റേണൽ ജെനൈറ്റാലിയ കളക്റ്റീവ്ലി നോൺ ആസ് വൾവ, വേറൊരു പേരാണ് വൾവ. മെയിൽ എക്സ്റ്റേണൽ ജെനൈറ്റാലിയയുടെ പേരായിരുന്നു പെനിസ്, വെർ ഇറ്റ് ഈസ് കോൾഡ് വൾവ. ഇതിനെ വീണ്ടും 5 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. Is in turn divided into 5 parts. Mons pubis, labia majora, labia minora, clitoris and hymen. Hymen maiden head എന്നും പറയും. 5 പാർട്സ് പഠിക്കുക. കണ്ടോ? അപ്പം മെയിലിനേക്കാളും കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഫീമെയിലിനകത്ത്. മെയിലിനകത്ത് 4 പാർട്സ് ആയിരുന്നെങ്കിൽ ഫീമെയിലിനകത്ത് 7 പാർട്സ് ആണുള്ളത്. ക്ലിയർ? ആ 7 പാർട്സ് ഏതൊക്കെയെന്ന് നോക്കുക. ഓക്കെ, ഒന്ന് അറിയാമല്ലോ, പെയർഡ് ഓവറി, പെയർഡ് ഓവിഡക്ട്, എ യൂട്രസ്, എ സെർവിക്സ്, എ വെജീന, ഫീമെയിൽ എക്സ്റ്റേണൽ ജെനൈറ്റാലിയ, പെയർഡ് മാമറി ഗ്ലാൻഡ്. ഫീമെയിൽ എക്സ്റ്റേണൽ ജെനൈറ്റാലിയ വീണ്ടും 5 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തു. മോൺസ് പിബിസ്, labia majora, labia minora, clitoris and hymen. Hymen also known as maiden head. Okay, ശ്രദ്ധിക്കുക. ആദ്യത്തെ ഭാഗം മോൺസ് പിബിസ്. അത് നമ്മുടെ ഒന്നും ടെക്സ്റ്റിനകത്തും ഇതിൻ്റെ ഒരു ഡയഗ്രാം ഇല്ല. അതിൻ്റെ റെപ്രസെൻറ്റേഷൻ കാണിച്ചു തരാം. ഈ ഒരു പടം ഞാൻ ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിലിടാം. ശ്രദ്ധിക്കുക. ഇതാണ് ഫീമെയിൽ ജെനൈറ്റാലിയ, കാണാമല്ലോ. അതിൽ there is a cushion of fatty tissue. ഫാറ്റി ടിഷ്യൂവിൻ്റെ ഒരു കുഷ്യൻ ഈ ജെനൈറ്റൽ ഓപ്പണിങ്ങിൻ്റെ ഒക്കെ മുകളിലായിട്ട് കാണും. കുറച്ച് ബൾജ് ചെയ്തിരിക്കും, കുറച്ച് എന്താ ഫാറ്റി കുഷ്യൻ പോലെ. ആ ബൾജ്ഡ് ആയിട്ടുള്ള ആ റീജിയൻ്റെ പേരാണ് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് മോൺസ് പിബിസ്. ഇറ്റ് ഈസ് കവേർഡ് ബൈ പിബിക് എയർസ് ആൻഡ് സ്കിൻ. ക്ലിയർ ആണോ? നോക്ക്, ഇതിപ്പോൾ ആണുങ്ങളുടെ കേസിലിപ്പം ബോയ്സിനറിയാം, ആ പെനിസിന് ആ സ്റ്റെം തുടങ്ങുന്നതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എയേഴ്സ് ഉള്ള ഭാഗം, പ്യൂബിക് എയേഴ്സ് കാണപ്പെടുന്ന ഭാഗം, അതാണ് നമുക്ക്, അതായത് മെയിലിനകത്ത് ആ റീജിയൻ. ഫീമെയിലിന് നമ്മളെപ്പോലെ ഫ്ലാറ്റ് ആയിരിക്കത്തില്ല, കുറച്ച് ബൾജ് ചെയ്ത് കാണും. കാരണം എന്താ, നമ്മുടേത് ആ ഒരു പെനിസിൻ്റെ അറ്റത്താണ് യൂറിത്രൽ മീറ്റസ് എന്ന് പറയുന്ന ഓപ്പണിങ്. ഇവിടെ അങ്ങനല്ല. ഫീമെയിലിൻ്റെത് ജെനൈറ്റാലിയ പടം കണ്ടു, ഓപ്പണിങ്സ് ത്രൂ ഔട്ട് ഇങ്ങനെ താഴേക്ക് ഉണ്ട്. ഏറ്റവും മുകളിൽ കാണുന്ന ഓപ്പണിങ് ഏതാണ്? യൂറിത്രൽ ഓപ്പണിങ്. പറഞ്ഞാൽ ഞാൻ ഏറ്റവും മുകളിലുള്ളത് യൂറിത്രൽ ഓപ്പണിങ്, അതിൻ്റെ താഴെ വെജൈനൽ ഓപ്പണിങ്, ഏറ്റവും പോസ്റ്റീരിയർ ആണ് ഏത്? ഏനൽ ഓപ്പണിങ് കൊടുത്തേക്കുന്നത്. അറിയാമല്ലോ, ആ ലോവർ വെർട്ടിബ്രേറ്റ്സിൽ ഇത് മൂന്നും കൂടെ ചേർത്ത് ഒരു സിംഗിൾ ഓപ്പണിംഗ് ആണ്, പേര് ക്ലയാക്കൽ അപ്പേർച്ചർ. ഞാനത് പല വീഡിയോസിൽ പറഞ്ഞതാണ്. നമ്മളിൽ മനുഷ്യരിൽ ഫീമെയിലിനകത്ത് 3 സെപ്പറേറ്റ് ഓപ്പണിങ്, മെയിലിനകത്തോ 2 ഓപ്പണിങ്. മെയിലിന് ജെനൈറ്റൽ ഓപ്പണിങ്ങും യൂറിനറി ഓപ്പണിങ്ങും കൂടെ ചേർത്താണ് യൂറിത്രൽ മീറ്റസ്. പിന്നെ ഏനൽ ഓപ്പണിംഗ് സെപ്പറേറ്റ് ഉണ്ട്. ഇവിടെ യൂറിത്രൽ ഓപ്പണിംഗ് സെപ്പറേറ്റ്, അതിൻ്റെ താഴെ വെജൈനൽ ഓപ്പണിംഗ് സെപ്പറേറ്റ്. പിന്നെ ഇതാ കാണിച്ചു തന്നാൽ ഇതാ ഇങ്ങനൊരു പടം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി കാണിക്കുക. ഏറ്റവും മുകളിൽ യൂറിത്രൽ ഓപ്പണിംഗ് ഉണ്ടോ, അതിൻ്റെ താഴെ വെജൈനൽ ഓപ്പണിംഗ്, ഏറ്റവും പോസ്റ്റീരിയർ ആണ് ഏനൽ ഓപ്പണിംഗ്. ഇതിനകത്ത് ഈ ഒരു ഭാഗം കാണപ്പെടുന്ന കുഷ്യൻ ഓഫ് ഫാറ്റി ടിഷ്യൂ, ഇവിടെ കുറെ പ്യൂബിക് എയേഴ്സ് ഒക്കെ കാണും. ഈ ഭാഗത്തിന്റെ പേരാ കുഞ്ഞുങ്ങളെ മോൺസ് പിബിസ്. അതാണ് മോൺസ് പിബിസ്. അപ്പം എഴുതേണ്ടത് ആദ്യം ഫീമെയിൽ എക്സ്റ്റേണൽ ജെനൈറ്റാലിയ ഈസ് ഡിവൈഡഡ് ഇൻറ്റു ഈ 5 പാർട്സിന്റെ പേര് എഴുതുക. എന്നിട്ട് അടുത്തതായിട്ട് എഴുതുക. മോൺസ് പിബിസ് ഈസ് എ കുഷ്യൻ ഓഫ് ഫാറ്റി ടിഷ്യൂ. മോൺസ് പിബിസ് ഈസ് എ കുഷ്യൻ ഓഫ് ഫാറ്റി ടിഷ്യൂ കവേർഡ് ബൈ സ്കിൻ ആൻഡ് എയേഴ്സ്. അതാണ് മോൺസ് പിബിസ്. ഇനി അടുത്ത 2 ഭാഗത്തിന്റെ പേര് ലേബിയ എന്നാണ്. 2 പെയർ സ്കിൻ ഫോൾഡിന്റെ പേരാണ് ലേബിയ. ഈ യൂറിത്രൽ ഓപ്പണിങ്ങിനെയും ഈ വെജൈനൽ ഓപ്പണിങ്ങിനെയും പ്രൊട്ടക്റ്റ് ചെയ്ത് കാണപ്പെടുന്ന 2 വലിയ സ്കിൻ ഫോൾഡിന്റെ പേരാണ് ലേബിയ.
രണ്ട് പെയർ സ്കിൻ ഫോൾഡിന്റെ പേരാണ് ലേബിയ. അതിൽ തന്നെ ആദ്യം കാണപ്പെടുന്ന രണ്ട് വലിയ ഫ്ലഷി എയേഴ്സ് കവർ ചെയ്ത് കാണപ്പെടുന്ന രണ്ട് വലിയ ഫ്ലഷി ലോബാണ് ഏത്? ലേബിയ മേജോറ. വലിയതായതുകൊണ്ട് അതിന് കൊടുത്ത പേരാണ് ലേബിയ മേജോറ. ലേബിയ മേജോറ എന്താണെന്ന് നോട്ട് ചെയ്യുക. A pair of large outer hair covered fleshy folds of tissue. A pair of large outer hair covered fleshy folds ആണ് മടക്ക് folds of tissue are called labia majora. ക്ലിയർ? ലേബിയ മേജോറയുടെ താഴെ കുറച്ച് മോയിസ്റ്റ് ആയിട്ടുള്ള രണ്ട് സ്കിൻ ഫോൾഡ് കാണും. അതിനെ വിളിക്കുന്ന പേരെന്താ? ലേബിയ മൈനോറ. ലേബിയ മൈനോറ എന്താണെന്ന് നോട്ട് ചെയ്യാം. ലേബിയ മൈനോറ ആർ എ പെയർ ഓഫ് ഇന്നർ moist skin folds. inner moist moist എന്ന് വെച്ചാൽ നനവോട് കൂടിയ moist skin fold under labia majora. മനസ്സിലായോ? ഈ രണ്ട് ജോഡി സ്കിൻ ഫോൾഡ്, ഒരു ജോഡി ലേബിയ മേജോറ, ഒരു ജോഡി ലേബിയ മൈനോറ, രണ്ടിനെയും കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാ ലേബിയ. ഒന്ന് മേജർ എന്ന് വിളിക്കാൻ കാരണം വലിയ രണ്ട് സ്കിൻ ഫോൾഡ് ഉണ്ടോ? ഇത് രണ്ടും വലിയ രണ്ട് സ്കിൻ ഫോൾഡ്. കുറച്ച് പ്യൂബിക് എയേഴ്സ് ഒക്കെ, പ്യൂബിക് എയേഴ്സ് അല്ല, ആ വെജൈനൽ എയേഴ്സ് അതിനകത്ത് ഇങ്ങനെ കാണും. അതിന് താഴെയായിട്ട് കാണപ്പെടുന്ന രണ്ട് ചെറിയ സ്കിൻ ഫോൾഡിന്റെ പേരാണ് ലേബിയ മൈനോറ. എ പെയർ ഓഫ് മോയിസ്റ്റ് സ്മോൾ സ്കിൻ ഫോൾഡ് അണ്ടർ ലേബിയ മേജോറ. അതാണ് ലേബിയ മൈനോറ. ക്ലിയർ ആണ്? ഇനി അടുത്ത സ്ട്രക്ചർ ആണ് ക്ലിറ്റോറിസ്. ക്ലിറ്റോറിസ് ഈസ് എ സ്മോൾ ഫിംഗർ ലൈക്ക് ഓപ്പണിംഗ്. ഫിംഗർ ലൈക്ക് സ്ട്രക്ചർ. ഓപ്പണിംഗ് അല്ല, ചെറിയൊരു ഫിംഗർ ലൈക്ക് സ്ട്രക്ചർ ആണ് ക്ലിറ്റോറിസ്. കണ്ടോ? ഇത് കാണപ്പെടുന്നത് യൂറിത്രൽ ഓപ്പണിംഗിന്റെ മുകളിലായിട്ടാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളുടെ വിചാരം ക്ലിറ്റോറിസ് വെജൈനയുമായിട്ട് കറക്റ്റ് റിലേറ്റഡ് ആണെന്നല്ല. യൂറിത്രൽ ഓപ്പണിംഗ് ആണ് ഈ മുകളിൽ കാണിച്ചേക്കുന്നത്. യൂറിത്രൽ ഓപ്പണിംഗ് കണ്ടോ? ഇത് വെജൈനൽ ഓപ്പണിംഗ്. യൂറിത്രൽ ഓപ്പണിംഗിന്റെ മുകളിൽ കാണപ്പെടുന്ന ഒരു ചെറിയ ഫിംഗർ ലൈക്ക് സ്ട്രക്ചറിന്റെ പേരാണ് ക്ലിറ്റോറിസ്. ക്ലിയർ? ക്ലിറ്റോറിസ് ഭയങ്കരമായിട്ട് സെക്ഷലി സെൻസിറ്റീവ് ആയിട്ടുള്ള റീജിയൻ ആണ്. ആണിന്റെ പെനിസിന്റെ റുഡിമെന്ററി സ്ട്രക്ചർ ആയിട്ട് അതിനെ കൺസിഡർ ചെയ്യുന്നത്. അതായത് പെനിസ് മെയിലിനകത്ത് എത്രമാത്രം സെക്ഷൽ എർജ് ഉണ്ടാക്കുമോ അതേപോലെ ഫീമെയിലിനകത്ത് സെക്ഷൽ എർജ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് ക്ലിറ്റോറിസ്. അപ്പം മേറ്റിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫോർ പ്ലേ. അത് നമ്മൾ അറിയും, ലൈഫിൽ അറിയേണ്ട ടോപ്പിക്കാണിത് കേട്ടല്ലോ. അല്ലാതെ ചാടി കയറി മേറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടത്തുകയല്ല. അപ്പം പല കാര്യങ്ങളിൽ നിന്നിട്ട് നമ്മൾ ആ ഒരു മൂഡിലേക്ക് വരണം. അതിന് ഏറ്റവും സഹായിക്കുന്ന ഒരു കാര്യം ഫോർ പ്ലേ. ഫോർ പ്ലേയുടെ ടൈമിൽ ക്ലിറ്റോറിസിന് കിട്ടുന്ന ഒരു ടച്ച്, അതല്ലെങ്കിൽ ക്ലിറ്റോറിസിന് കിട്ടുന്ന ഒരു ചെറിയൊരു പ്രഷർ ഭയങ്കരമായിട്ട് സെക്ഷൽ സ്റ്റിമുലസ് ഉണ്ടാക്കും. അപ്പം ക്ലിറ്റോറിസ് വെജൈനൽ ആയിട്ട് റിലേഷൻ അല്ല, യൂറിത്രൽ ഓപ്പണിംഗിന്റെ മുകളിലായിട്ട് കാണപ്പെടുന്ന സ്ട്രക്ചറാണ് ക്ലിറ്റോറിസ്. നോട്ട് ചെയ്യേണ്ടത്, ക്ലിറ്റോറിസ് ഈസ് എ സ്മോൾ finger-like structure. Clitoris is a small finger-like structure seen at the upper junction of labia minora. ഇത് കണ്ടോ? ലേബിയ മൈനോറ രണ്ടും തമ്മിൽ ചേരുന്ന അപ്പർ ജംഗ്ഷനിൽ കാണപ്പെടും. ഇവിടെ നിന്നാണ് കാണപ്പെടുന്നത് ക്ലിറ്റോറിസ്. ക്ലിറ്റോറിസ് ഈസ് എ സ്മോൾ finger-like structure. എവിടെ ലൊക്കേഷൻ? ഇവിടെ seen at the upper junction of two labia minora just in front of urethral opening or just above the urethral opening. urethral opening ന്റെ തൊട്ടടുത്തായിട്ട് അല്ലെങ്കിൽ മുകളിലായിട്ട് കാണപ്പെടുന്ന ഒരു ചെറിയ ഫിംഗർ ലൈക്ക് സ്ട്രക്ചർ ആണ് ക്ലിറ്റോറിസ്. ക്ലിറ്റോറിസ് ഈസ് എ ടൈനി ഫിംഗർ ലൈക്ക് മസ്കുലാർ സ്ട്രക്ചർ എന്നോ മസ്കുലാർ പ്രൊജക്ഷൻ എന്നോ പറയാം. മസ്കുലാർ പ്രൊജക്ഷൻ seen or located at the junction of labia minora just above the urethral opening.
ക്ലിയർ ആണ്? ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രക്ചറാണ് ഇനി അടുത്തത് ഹൈമൻ അഥവാ മെയ്ഡൻ ഹെഡ്. അഞ്ചാമത്തെ ഭാഗമാണ് ഹൈമൻ, അതർവൈസ് നോൺ ആസ് മെയ്ഡൻ ഹെഡ്. ഹൈമൻ ഓർ നോൺ ആസ് മെയ്ഡൻ ഹെഡ്. മെയ്ഡൻ ഹെഡ്, മെയ്ഡൻ എന്ന് വെച്ചാൽ കന്യക, മെയ്ഡൻ ഹെഡ് എന്ന് വെച്ചാൽ കന്യകയുടെ തല എന്നല്ല, കന്യാ ചർമ്മം. ആക്ച്വലി ആ യൂസേജ് തെറ്റാണ്. അതെന്താന്നുള്ളത് വെൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് NCERT-യിൽ. നോക്കുക, വെജൈനൽ ഓപ്പണിംഗ് ഈസ് പാർഷ്യലി കവേർഡ് ബൈ എ മ്യൂക്കസ് മെംബ്രെയിൻ. കണ്ടോ, ഇത് വെജൈനൽ ഓപ്പണിംഗ് ആണെങ്കിൽ മൊത്തത്തിൽ ഞാൻ വരച്ചില്ല, പാർഷ്യൽ ആയിട്ട് കവർ ചെയ്യുന്ന സ്ട്രക്ചറാണ് മ്യൂക്കസ് മെംബ്രെയിൻ ആണ് ഹൈമൻ. എന്തുകൊണ്ടാണ് ഇതിന് കന്യാചർമ്മം എന്ന് പേര് വന്നത്? അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. NCERT-യിൽ ഒരു പാരഗ്രാഫിൽ പകുതിയോളം ഹൈമനെ പറ്റിയുള്ള ആ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയാണ് തന്നിരിക്കുന്നത്. അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യനും വരുന്നതാണ്. ഹൈമൻ ഓർ മെയ്ഡൻ ഹെഡ്. ആദ്യം ഹൈമൻ എന്താണെന്ന് എഴുതിക്കോ. ഹൈമൻ ഈസ് എ മ്യൂക്കസ് മെംബ്രെയിൻ. Hymen is a mucous membrane that partially cover the vaginal opening. Hymen is a mucous membrane that partially cover the vaginal opening. നോക്കുക, ആ ലേബിൾ ചെയ്ത കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടല്ലോ എന്നുള്ളത് ഉണ്ടല്ലോ. ഏനസിന്റെ ലൊക്കേഷൻ, അതിൻ്റെ കുറെ മുകളിലായിട്ട് വെജീന, അതിൻ്റെ ഓപ്പണിങ് മുകളിലായിട്ടാണ് യൂറിത്രൽ ഓപ്പണിങ്. ഓക്കെ, വീഡിയോ കൂടാതെ ഇതിൻ്റെ പിക്ചർ ഇട്ട് തരാം. ഓക്കെ, അപ്പോൾ ഇനി അറിയേണ്ട കാര്യം എന്താ ഹൈമനെ പറ്റിയുള്ള തെറ്റിദ്ധാരണ? ഓഫൺ ഇറ്റ് ടോൺ ഡ്യൂറിങ് ഫസ്റ്റ് മീറ്റിംഗ്. അതാണ് അടുത്ത പോയിന്റ് ആയിട്ട് എഴുതേണ്ടത്. ഓഫൺ ഇറ്റ് ടോൺ ഡ്യൂറിങ് ഓർ ഇറ്റ് ബ്രേക്സ് ഡ്യൂറിങ് ഫസ്റ്റ് മീറ്റിംഗ്. സാധാരണ അത് ബ്രേക്ക് ആവുന്നത് എപ്പോഴാണ് മക്കളെ? ഫസ്റ്റ് മീറ്റിംഗിലാണ്. ഹൈമൻ ഈസ് ഓഫൺ ടോൺ ഡ്യൂറിങ് ദ ഫസ്റ്റ് മീറ്റിംഗ്. ഓക്കെ, സംശയമല്ലല്ലോ. പക്ഷേ അങ്ങനെ ആ ഒരു കൺസെപ്റ്റ് വെച്ചാണ് ഇതിനെ കന്യാചർമ്മം. ഇത് ബ്രേക്ക് ചെയ്താൽ ആള് കന്യക അല്ല എന്നൊക്കെ ആയിരുന്നു പണ്ടത്തെ കൺസെപ്റ്റ്. ബട്ട് ഇറ്റ് മേ ഓൾസോ ബി ബ്രോക്കൺ ബൈ എ സഡൻ ഫോൾ ഓർ ജോൾട്ട്. പെട്ടെന്നുണ്ടാവുന്ന ഒരു വീഴ്ച അല്ലെങ്കിൽ ഒരു ക്ഷതം, അതുമൂലം ഇത് തനിയെ ബ്രേക്ക് ആവാം. ഓർ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇൻ സം സ്പോർട്സ് ലൈക്ക് ഹോഴ്സ് ബാക്ക് റൈഡിംഗ്, സൈക്ലിംഗ് ഓർ യൂസേജ് ഓഫ് വെജൈനൽ ടാമ്പൺസ്. വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഉണ്ടല്ലോ, നമുക്കറിയാം പണ്ടത്തെ കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഈ പെൺകുട്ടികൾ പ്രായപൂർത്തിയാവുമ്പോൾ ഒരു 3 മാസത്തിനുള്ളിൽ കല്യാണം കഴിപ്പിക്കുക. കേട്ടല്ലോ, ആ സമയത്ത് ഉള്ള ആൾക്കാരുടെ ആണുങ്ങളുടെ മേധാവിത്വം കൂടിയ ഒരു സമൂഹത്തിലായിരുന്നു അന്ന്. ഇന്നും വലിയ കുഴപ്പമൊന്നും ഇല്ല അല്ലേ? ഇന്നും നമ്മൾ ഫെമിനിസം പലരും വാക്കുകളിൽ പറയും, പ്രവൃത്തിയിൽ അത് കാണിക്കാനും മീൻസ് വൈഫിന് ഈക്വൽ സ്റ്റാറ്റസ് നൽകും എന്നൊക്കെ വാചകം അടിക്കും, ഫേസ്ബുക്കിൽ ഘോരം പ്രസംഗിക്കും. പക്ഷെ വീട്ടിൽ ചെല്ലുമ്പോൾ അവസ്ഥ വേറെ ആയിരിക്കും. അത് പോട്ടെ, അതിലേക്ക് ഞാൻ കടന്ന് സമയം കളയുന്നില്ല. അപ്പം അന്ന് ആണുങ്ങൾക്ക് എത്രയും കല്യാണം കഴിക്കുന്ന ഒരു കൺസെപ്റ്റ്, സംബന്ധം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ചെറിയ പെൺകുട്ടികളെ കല്യാണം കഴിക്കുക, അവര് വിർജിൻ ആയിരിക്കണമെന്ന് നിർബന്ധമായിരുന്നു. അന്ന് ഇങ്ങനെ പറയണ കേട്ടിട്ടുണ്ട്, ഈ വെള്ള തുണി ഫസ്റ്റ് മീറ്റിങ്ങിന്റെ ടൈമിൽ ഒരു വൈറ്റ് തുണി വെക്കുമെന്ന്. കാരണം എന്താ? ഇത് ബ്രേക്ക് ആകുമ്പോൾ ചെറുതായിട്ട് ബ്ലഡ് റിലീസ് ചെയ്യും, അപ്പോൾ ആള് വിർജിനാന്ന് ഉറപ്പാക്കുമെന്ന്. അതുകൊണ്ട് അങ്ങനെയൊക്കെ ആ സ്റ്റുപ്പിഡ് പേര് വന്നത് അങ്ങനെ, മെയ്ഡൻ ഹെഡ്. പക്ഷെ ഇന്നറിയാം നമുക്ക് ആണുങ്ങളെ പോലെ തന്നെ എല്ലാ ഫീൽഡിലും പെൺകുട്ടികളും ആക്റ്റീവാണ്. ആൺകുട്ടികൾ സൈക്കിൾ കിട്ടുമെങ്കിൽ ബുള്ളറ്റ് ഓടിക്കുന്ന പെൺകുട്ടികളും ഉണ്ട്. അപ്പൊ അതാ പറഞ്ഞത്, അങ്ങനെ ഇപ്പൊ ചെറുപ്പം തൊട്ട് സൈക്കിൾ ചവിട്ടുന്ന കുട്ടികളും, പിന്നെ അതേപോലെ ഓട്ടം ചാട്ടം ഇതിൽ പങ്കെടുക്കുന്നവരും. ഇപ്പൊ ചെല്ലു കണ്ടില്ല, KSRTC ബസ്സൊക്കെ ഓടിക്കൊണ്ടിരിക്കാൻ ചാടി കയറുന്ന കുട്ടികൾ കാണും. മനസ്സിലായല്ലോ? അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറിയാൽ തന്നെ മതി. പണ്ട് ഇങ്ങനെ വലിയ കെട്ടിടങ്ങളൊന്നുമില്ല, സ്റ്റെപ്പ് കയറുന്നത് പോലും. വെജൈനൽ ടാമ്പർ, മെൻസ്ട്രേഷന്റെ സമയത്ത് പാഡ്. ടാമ്പർ എന്ന് വെച്ചാൽ പഞ്ഞി എന്നർത്ഥം. പഞ്ഞി എന്ന് വെച്ചാൽ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ പാഡ്സിനകത്തുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞിയോ സ്പോഞ്ചോ എന്തോ ആവട്ടെ, അത് പ്രസ്സായിട്ടിരിക്കുന്നത് മൂലം. ഹോഴ്സ് ബാക്ക് റൈഡിങ്, ഇവിടെ അല്ല, യൂറോപ്യൻ കൺട്രീസിലൊക്കെ കരിക്കുലത്തിന്റെ ഒരു പാർട്ടാണ് ഇങ്ങനെയുള്ള റൈഡും കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരിൽ ഓൾറെഡി ഹൈമൻ ബ്രേക്ക് ആയിട്ടുണ്ടാവും. മനസ്സിലായല്ലോ? സാധാരണ ഇത് ബ്രേക്ക് ആവുന്നത് ഫസ്റ്റ് മീറ്റിംഗിലാണ്. പക്ഷേ ആക്റ്റീവ് ആയിട്ടുള്ള ചില സ്പോർട്സിൽ പങ്കെടുക്കുന്നവർക്ക് സൈക്ലിംഗ്, ഹോഴ്സ് ബാക്ക് റൈഡിങ്, വെജൈനൽ ടാമ്പൺസ് വെക്കുന്നത് മൂലവും ഇത് ബ്രേക്ക് ആവാം. ഇനി അടുത്തൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. എന്താ? ഇൻ സം ഫീമെയിൽ ഇറ്റ് മേ പെർസിസ്റ്റ് ഈവൻ ആഫ്റ്റർ സെവറൽ മേറ്റിംഗ്. ചില സ്ത്രീകളിൽ ഇത് എത്ര മേറ്റിംഗ് കഴിഞ്ഞാലും ബ്രേക്ക് ചെയ്യാതെ ഇരിക്കുക. ഹൈമന് കട്ടി കൂടുതലാണെങ്കിൽ
മേറ്റിംഗ് നടത്തുമ്പോൾ ബ്രേക്ക് ആവത്തില്ല. ഇത് ബ്രേക്ക് ആവുന്ന യൂഷ്വലി ഫസ്റ്റ് ആയിട്ട് പെനീസ് കയറുമ്പോൾ എന്നാണ് പറയുന്നത്. പക്ഷെ എത്ര കയറിയാലും ബ്രേക്ക് ആവാത്ത കേസും ഉണ്ട്. ലാസ്റ്റ് സെന്റൻസ് ആണ് എക്സസൈസിൽ നോക്കിയാൽ ട്രൂ ഓർ ഫാൾസ് ക്വസ്റ്റ്യൻ. അതുകൊണ്ട് അത് ഇത്ര എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നത്. സോ ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ഹൈമൻ ഈസ് നോട്ട് എ റിലയബിൾ ഇൻഡിക്കേറ്റർ ഓഫ് വിർജിനിറ്റി ഓർ സെക്ഷൽ എക്സ്പീരിയൻസ്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ഹൈമൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അയാളുടെ സെക്ഷൽ എക്സ്പീരിയൻസിന്റെ അളവായിട്ട് മാനദണ്ഡമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. പറഞ്ഞു പിടിയിട്ടോ? ഹൈമൻ ഉണ്ടെന്ന് കരുതി അവര് എന്താ വിർജിൻ ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ, ചിലരിൽ എത്ര മേറ്റിംഗ് നടത്തിയാലും ഹൈമൻ ബ്രേക്ക് ആവാതിരിക്കാം. ഓക്കെ, ഇനി ഹൈമൻ ഇല്ലാന്ന് കരുതി വിർജിൻ അല്ല എന്ന് പറയാനും പറ്റത്തില്ല. കാര്യം പലർക്കും ഈ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ, സ്പോർട്സിനകത്തുള്ള പാർട്ടിസിപ്പേഷൻ മൂലം, സൈക്ലിംഗ് മൂലം, ഓട്ടം മൂലം, ചാട്ടം മൂലം ഒക്കെ ഹൈമൻ ബ്രേക്ക് ആയി പോകാം. സോ ഹൈമന്റെ പ്രസൻസും ആബ്സെൻസും നമുക്കൊരു ഇൻഡിക്കേറ്റർ, ഒരു സൂചികയായിട്ട് എടുക്കാൻ പറ്റില്ല. അത് വെച്ചിട്ട് ഒരാൾ വിർജിൻ ആണോ അല്ലയോ എന്ന് പറയാൻ പറ്റില്ല. ക്ലിയർ ആണേ? ഹൈമൻ മാത്രമാണ് ഒരു വീഡിയോ, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പം ഹൈമൻ എന്താണെന്ന് നോട്ട് ചെയ്തല്ലോ. ഹൈമൻ is a mucous membrane that partially cover the vaginal opening. എന്നിട്ട് അടുത്ത പോയിന്റ് ആയിട്ട് എടുത്തോ. അടുത്ത പോയിന്റ്, hymen is often torn. പൊട്ടുക, TORN. Hymen is often torn during first mating. Hymen is often torn, TORN. Hymen is often torn during first mating. First mating. It may also be broken. It may also be broken by a sudden fall or jolt. അതേ വാക്ക് എൻസിആർടിയിൽ അതേ സെന്റൻസ് അതായിരുന്നു. സഡൻ ഫാൾ ഓർ ജോൾട്ട്, പെട്ടെന്നുണ്ടാവുന്ന വീഴ്ച, ക്ഷതം അല്ലെ കുലുക്ക്, അതൊക്കെയാണ് ജോൾട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Sudden fall or jolt, comma, insertion of vaginal tampon, insertion of vaginal tampon, insertion of vaginal tampon, TAMPON, vaginal tampon, പഞ്ഞി, പാഡിനകത്തൊക്കെ വരുന്ന പഞ്ഞി, vaginal tampon, comma, active participation in some sports. Active participation in some sports like horseback riding, cycling, etc. Horseback riding, cycling, etc. In some women, അടുത്ത sentence, in some women the hymen persist. In some women hymen persist, നിലനിൽക്കും. Even after mating, hymen persist even after mating. Mating നടന്നാൽ പോലും ഇത് persist ചെയ്യും. And the last sentence, conclusion. So the presence or absence of hymen. So the presence or absence of hymen is not a reliable indicator, is not a reliable indicator of sexual experience or virginity. കന്യകാത്വം, അതാണ് virginity. Is not a reliable indicator of sexual experience or virginity. Okay, so our conclusion. ഏത് ടോപ്പിക്കാ? ഫീമെയിൽ എക്സ്റ്റേണൽ ജെനൈറ്റാലിയ. എത്ര പാർട്സ് പറഞ്ഞു? യെസ്, 5 പാർട്സ്. മോൺസ് പിബിസ് ഈസ് എ ക്വസ്റ്റ്യൻ ഓഫ് ഫാറ്റി ടിഷ്യൂ കവേർഡ് ബൈ സ്കിൻ ആൻഡ് പിബിക് എയർസ്. പിന്നെ വൈജൈനൽ ഓപ്പണിംഗ് ആൻഡ് യൂറിത്രൽ ഓപ്പണിംഗ് ആർ ഗാർഡഡ് ബൈ 2 pairs of skin folds called labia. പിന്നെ ലേബിയ മേജോറ കുറച്ച് കട്ടിയുള്ള ഹാർഡായിട്ടുള്ള ഫ്ലഷി എയർ കവേർഡ് സ്കിൻ ഫോൾഡ്സ്. പിന്നെ ലേബിയ മൈനോറ സ്മോൾ ആയിട്ടുള്ള സ്കിൻ ഫോൾഡ് അണ്ടർ ലേബിയ മേജോറ. ക്ലിറ്റോറിസ് ഈസ് എ
finger-like structure present at the upper junction of two labia minora just above urethral opening. Then lastly, hymen is a mucous membrane that partially cover the vaginal opening. അറിയാലോ, ഹൈമനുമായിട്ട് റിലേറ്റ് ചെയ്താണ് ബാക്കി കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അങ്ങനെ നമ്മൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്ന വലിയ ടോപ്പിക്കിൽ ലാസ്റ്റ് പോർഷൻ എത്തി. പെയർഡ് മാമറി ഗ്ലാൻഡ്സ് ഓർ ബ്രസ്റ്റ്. ദീസ് ആർ പെയർഡ് മിൽക്ക് പ്രൊഡ്യൂസിങ് സ്ട്രക്ചർ. എഴുതുന്ന കാര്യങ്ങൾ പിന്നെ ഇനി നോട്ട്സ് പറയത്തില്ല, നോക്കി എഴുതാം. ഒരു ജോഡി മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ആണ്. അടല്ല, പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എഴുതാം. പഴയ ടെക്സ്റ്റിനകത്ത് ദീസ് ആർ മോഡിഫൈഡ് സെബേഷ്യസ് ഗ്ലാൻഡ് എന്ന് കാണാം, തെറ്റാണ്. പുതിയ കൺസെപ്റ്റ് തിരിച്ചറിഞ്ഞിരിക്കുന്നത് ദീസ് ആർ മോഡിഫൈഡ് സ്വെറ്റ് ഗ്ലാൻഡ്. സെബേഷ്യസ് ഗ്ലാൻഡ് അല്ല, മോഡിഫൈ ചെയ്തിരിക്കുന്ന സ്വെറ്റ് ഗ്ലാൻഡ് ആണ് ആര്? മാമറി ഗ്ലാൻഡ്സ് ഓർ ബ്രസ്റ്റ്. ടെക്സ്റ്റിനകത്ത് പിന്നെ ഇതിന്റെ സ്ട്രക്ചറിലേക്കാണ് പോയിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ടോപ്പിക്കിന്റെ ലാസ്റ്റ് ഭാഗത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. അതാണ് ലാക്ടേഷൻ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ടതാണ് ലാക്ടേഷൻ. ഓക്കെ മക്കളെ, നോക്കിയാൽ അപ്പൊ ഇത് ടെക്സ്റ്റിനകത്ത് പാർച്ചുറേഷൻ, പ്രസവം, അതിനെ തുടർന്ന് ലാക്ടേഷൻ എന്ന ടോപ്പിക്കിൽ ലാക്ടേഷൻ ടൈറ്റിൽ ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് വരും. ഞാൻ ഇവിടെ പറയുക, ലാക്ടേഷൻ സംതിങ് റിലേറ്റഡ് ടു മിൽക്ക് പ്രൊഡക്ഷൻ. പേരിനകത്ത് തന്നെ ഉണ്ട്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക്. സിമ്പിൾ ആയിട്ട് എഴുതാം. മിൽക്ക് പ്രൊഡക്ഷൻ എഴുതിയാലും മാർക്ക് കിട്ടും. സെന്റൻസ് വൈസ് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക് ഇൻസൈഡ് ദ മാമറി ഗ്ലാൻഡ്സ് ടുവേർഡ്സ് ദ എൻഡ് ഓഫ് പ്രഗ്നൻസി. ഗർഭധാരണത്തിന്റെ അവസാന സ്റ്റേജ് ആകുമ്പോഴേക്കും, പ്രസവിക്കണം എന്നില്ല, ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോഴേക്കും ആ ബ്രസ്റ്റിനകത്ത് മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രക്രിയയുടെ പേരാണ് ലാക്ടേഷൻ. വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക്. സിംപ്ലി പറയാം, പാൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയുടെ പേരാണ് ലാക്ടേഷൻ. ക്ലിയർ? ഇനി അടുത്തതായിട്ട് വരുന്ന മറ്റൊരു വാക്കാണ് മക്കളെ, ലാക്ടേഷനുമായി ബന്ധപ്പെട്ടിരുന്ന വാക്കാണ് കൊളസ്ട്രം. COLOSTRUM. സ്പെല്ലിംഗ് തെറ്റരുത്. എന്താ മക്കളെ കൊളസ്ട്രം? ഡെഫിനിഷൻ: ഇറ്റ് ഈസ് എ ലൈറ്റ് യെല്ലോ കളേർഡ് മിൽക്ക് പ്രൊഡ്യൂസ് ഡ്യൂറിങ് ഇനീഷ്യൽ ഫ്യൂ ഡേയ്സ് ഓഫ് ലാക്ടേഷൻ. ഇപ്പോൾ പശുവിനാണെങ്കിലും ആദ്യം ഉണ്ടാവുന്ന പാൽ ഇച്ചിരി കൊഴുപ്പ് കൂടി ഇച്ചിരി മഞ്ഞ നിറം ഉണ്ടാവും. പല ആൾക്കാർക്കും അതിൻ്റെ ആ പ്രാധാന്യം, ഗുണനിലവാരം അറിയാതെ ഇതെന്ത് ചെയ്യും, എടുത്ത് കളയും, കൊടുക്കത്തില്ല. അത് കുടിച്ചാൽ വയറിന് പ്രശ്നമൊന്നും ഒന്നുമില്ല. ആ പാല് പോലെ തന്നെ മനുഷ്യ സ്ത്രീകളിലും ആദ്യം പ്രൊഡ്യൂസ് ചെയ്യുന്ന പാല് ഒരു ലൈറ്റ് മഞ്ഞ നിറത്തിലുള്ള പാലാണ്. ആ പാലിനെ വിളിക്കുന്ന പേരാണ് കൊളസ്ട്രോൾ. കൊളസ്ട്രോളിന്റെ CHO ഒന്നും എഴുതരുത്, COLOSTRUM. കൊളസ്ട്രോൾ ഇസ് എ ലൈറ്റ് യെല്ലോ കളേർഡ്, കളർ COLOR എഴുതാം കേട്ടോ. ലൈറ്റ് യെല്ലോ കളേർഡ് മിൽക്ക് പ്രൊഡ്യൂസ് ഡ്യൂറിങ് ഇനീഷ്യൽ ഫ്യൂ ഡേയ്സ് ഓഫ് ലാക്ടേഷൻ. പ്രസവിച്ച ആദ്യത്തെ കാലഘട്ടത്തിൽ കുറച്ച് നാള് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റ് യെല്ലോ കളറിലുള്ള മുലപ്പാലിന്റെ പേരാണ് കൊളസ്ട്രോൾ. എന്താ ഇതിന്റെ പ്രാധാന്യം? സ്ഥിരം ഒരു 2 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് കൊളസ്ട്രോൾ? വാട്ട് ഈസ് ഇറ്റ് സിഗ്നിഫിക്കൻസ്? ഇതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിച്ച് വിത്ത് ആൻ ആന്റിബോഡി കോൾഡ് IgA. ആന്റിബോഡിയെ വിളിക്കുന്ന മറ്റൊരു പേരാ മക്കളെ ഇമ്മ്യൂണോഗ്ലോബുലിൻ. എന്താ പേര്? ഇമ്മ്യൂണോഗ്ലോബുലിൻ. ബയോമോളിക്യൂൾസ് പഠിപ്പിച്ചപ്പം പറഞ്ഞു തന്നിട്ടുണ്ടാവും. ബ്ലഡ് ഞാൻ എടുത്തതെങ്കിൽ പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഇമ്മ്യൂണോഗ്ലോബുലിൻ IG. അത് 5 ടൈപ്പ് ഉണ്ട്. IgA, IgD, IgE, IgG, IgM. ഓരോന്നിനും പേരുണ്ട്. ഇമ്മ്യൂണോഗ്ലോബുലിൻ A ഫോർ ആൽഫ, B ഇല്ല, പിന്നെ D D ഫോർ ഡെൽറ്റ, E ഫോർ എപ്സിലോൺ, G ഫോർ ഗാമ ആൻഡ് M ഫോർ മ്യൂ. ഇപ്പൊ നിങ്ങൾ ഇത്ര ഓർക്കുക. അത് ഇമ്മ്യൂണിറ്റി ഞാൻ പറയും. IgA, ഇമ്മ്യൂണോഗ്ലോബുലിൻ A എന്ന് പറയുന്ന നമ്മളുടെ ശരീരത്തിന് പ്രതിരോധം തീർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആന്റിബോഡി ഇതിനകത്തുണ്ട്. ഇത്രയും കാര്യം നോക്കി എഴുതാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇനി ഞാൻ ഡിക്റ്റേറ്റ് ചെയ്യുന്നില്ല. These are paired milk producing structures which are modified sweat glands. The process of production of milk inside the mammary glands towards the end of pregnancy is called lactation. The light yellow colored milk produced during initial few days of lactation is called colostrum. It is rich with an antibody called IgA. ഇനി അടുത്തത് ഈ രണ്ടാൾക്കാരെ നമ്മൾ സ്ഥിരം തെറ്റിക്കുന്നതാണ്. ഒന്ന് മിൽക്ക് പ്രൊഡക്ഷൻ ഹോർമോണും പിന്നൊന്ന് മിൽക്ക് ഇജക്ഷൻ ഹോർമോൺ. പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ആളും
പാല് പുറത്തേക്ക് തള്ളാൻ സഹായിക്കുന്ന ആളും രണ്ടാണ്. മിൽക്ക് പ്രൊഡക്ഷൻ ഹോർമോൺ കേട്ടിട്ടുണ്ടാവും. LTH എന്ന് വിളിക്കുന്ന ലുട്ടിയോട്രോപിക് ഹോർമോൺ. നോട്ട്സിൽ കാണിക്കാൻ നല്ല കളർഫുൾ ആയിട്ട് ഈ പേര് കാണിക്കണം. ഇതിന്റെ മറ്റൊരു പേരാണ് PRL ഓർ നോൺ ആസ് പ്രൊലാക്റ്റിൻ. വേറെ പേരാണ് ലാക്ടോജനിക് ഹോർമോൺ. കണ്ടോ, ഇതെല്ലാം ഒരാളാണ്. ആരാ? LTH അഥവാ ലുട്ടിയോട്രോപിക് ഹോർമോൺ അഥവാ പ്രൊലാക്റ്റിൻ ഓർ നോൺ ആസ് PRL ഓർ നോൺ ആസ് ലാക്ടോജനിക് ഹോർമോൺ. ഇതാണ് കുഞ്ഞുങ്ങളെ മിൽക്ക് പ്രൊഡക്ഷൻ ഹോർമോൺ. ഇതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാന്നറിയാമല്ലോ, മറക്കല്ലേ. ഇതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ആന്റീരിയർ ലോബ്. ഫസ്റ്റ് ഇയറിലെ ലാസ്റ്റ് ടോപ്പിക്ക് പഠിപ്പിച്ച കാര്യങ്ങൾ അതെല്ലാം. ആന്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സെക്രീറ്റ് എ ഹോർമോൺ കോൾഡ് LTH. ആണുങ്ങളിൽ ഫങ്ഷണൽ അല്ലാത്ത ആളാണ്. ഇതിന്റെ കൂടെ 3 ആൾക്കാർ ഗൊണാഡോട്രോപ്പിൻ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ. FSH, LH, LTH. FSHനും LHനും ആണിനും പെണ്ണിലും റോളുണ്ട്. LTHന് ലുട്ടിയോട്രോപിക് ഹോർമോണ് സ്ത്രീകളിലെ റോളുള്ളൂ. ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക്. മിൽക്ക് ഇജക്ഷൻ ഹോർമോൺ അത് മറ്റൊരാളാണ്. ആരാ? ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ. ഫസ്റ്റ് ഇയറിൽ പഠിപ്പിച്ചതാണ്. എന്താ അവന്റെ പേര്? ഓക്സിറ്റോസിൻ. കേട്ടോ, ഓക്സിറ്റോസിൻ ആണ് മാമറി മസിൽസിനെ കൺട്രാക്ട് ചെയ്യും. ഇറ്റ് ഹെൽപ്സ് ടു കൺട്രാക്ട് മാമറി മസിൽസ്. മാമറി മസിൽ കൺട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇജക്ട് മിൽക്ക്, പാല് പുറത്തേക്ക് വരും. ഓക്സിറ്റോസിൻ കൺട്രാക്ട് മാമറി മസിൽസ് ആൻഡ് ഇജക്ട് മിൽക്ക്. ഈ ഓക്സിറ്റോസിന് തന്നെ മറ്റൊരു വിശേഷണം കൂടെ ഉണ്ട്, ഓർക്കുന്നോ? ഫസ്റ്റ് ഇയർ പഠിപ്പിച്ചതാ ബർത്ത് ഹോർമോൺ. അപ്പൊ ഓക്സിറ്റോസിന്റെ വീക്ക്നെസ് എന്താണെന്നറിയോ? നമ്മളുടെ വിസറൽ മസിൽ, നോൺ സ്ട്രേറ്റഡ് മസിൽ ഇല്ലേ, ആന്തരികമായിട്ട് കാണുന്ന ഇൻവോളണ്ടറി മസിൽ, അതിനെ കൺട്രാക്ട് ചെയ്യിക്കുക എന്നുള്ളത്. പ്രസവ സമയത്ത് പഠിപ്പിച്ചില്ലേ മയോമെട്രിയം, യൂട്രസിന്റെ 3 ലെയർ, പെരിമെട്രിയം, മയോമെട്രിയം, എൻഡോമെട്രിയം. മയോമെട്രിയത്തിനെ കൺട്രാക്ട് ചെയ്യിക്കുന്നത് ഓക്സിറ്റോസിൻ ആണ്. ആ കൺട്രാക്ഷന്റെ ഫലമായി യൂട്രസ് പഠിപ്പിച്ചാൽ പറഞ്ഞ കുഞ്ഞു വെളിയിലേക്ക് വരും. സോ ഇറ്റ് ഈസ് കോൾഡ് ബർത്ത് ഹോർമോൺ. അതേപോലെ മാമറി മസിൽസിനെ കൺട്രാക്ട് ചെയ്യാൻ സഹായിക്കും. അതുവഴി പാല് വെളിയിലേക്ക് വരും. അപ്പൊ കുഞ്ഞ് അമ്മയുടെ നിപ്പിൾ സക്ക് ചെയ്യുമ്പോൾ അവിടെ ആക്ട് ചെയ്യുന്ന ഹോർമോൺ ഏതാന്ന് ചോദിച്ചാൽ ആരാ? ഓക്സിറ്റോസിൻ ആണ്. അറിയാമല്ലോ, ഓക്സിറ്റോസിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹൈപ്പോതലാമസ് ആണെങ്കിലും പറഞ്ഞോ, സ്റ്റോർഡ് ഇൻസൈഡ് വേർ? യെസ്, പോസ്റ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി. പിറ്റ്യൂട്ടറിയുടെ പോസ്റ്റീരിയർ ലോബിനകത്താണ് സ്റ്റോർ ചെയ്യുന്നത്. ഒരു കൂട്ടാളിയും കൂടെ ഉണ്ട്, ഓർക്കുന്നോ? ഓക്സിറ്റോസിൻ പറയുമ്പോൾ കൂടെ പറയുന്ന മറ്റൊരാള് ആരാ? യെസ്, വാസോപ്രസിൻ ഓർ ADH. ADHന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖമാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ഓർ നോൺ ആസ് ഡയൂറസിസ്. ഇതൊക്കെ പഠിച്ചുള്ള കാര്യങ്ങളാ, ഓർമ്മയുണ്ടല്ലോ. അപ്പം ലാസ്റ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ടത് മിൽക്ക് പ്രൊഡക്ഷൻ ഹോർമോൺ. എങ്ങനെ എഴുതേണ്ടത്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സെക്രീറ്റ്സ് LTH or luteotropic hormone or PRL or prolactin, which is called milk production hormone or lactogenic hormone. Hypothalamus secrete oxytocin, which contract mammary muscles and eject milk. So it is known as milk ejection hormone. Since it helps in childbirth by contracting myometrium of uterus, it is otherwise known as birth hormone. അതായത് സ്റ്റിൽ ചെയ്ത് കേട്ട് എഴുതുക. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇത് ഇതേപോലെ എഴുതിയാലും ഇനഫ്. മാമറി ഗ്ലാൻഡ്സ് ഓർ ബ്രസ്റ്റ്. ആദ്യത്തെ പാർട്ട് ലാക്ടേഷൻ എന്താണ്, കൊളസ്ട്രം എന്താണ്, പിന്നെ മിൽക്ക് പ്രൊഡക്ഷൻ ഹോർമോൺ, മിൽക്ക് ഇജക്ഷൻ ഹോർമോൺ. ഇനി അറിയേണ്ടത് മാമറി ഗ്ലാൻഡിന്റെ സ്ട്രക്ചർ. ഈച്ച് മാമറി ഗ്ലാൻഡ് ഈസ് ഫോംഡ് ഓഫ് glandular tissue and variable amount of fat. കണ്ടോ, സ്തനത്തിന്റെ വലുപ്പവും പാലിന്റെ പ്രൊഡക്ഷനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതായത് നോക്കുക, വേരിയബിൾ എമൗണ്ട് ഓഫ് ഫാറ്റ്, നമ്മളുടെ ആ ശരീരപ്രകൃതി അനുസരിച്ചാണ് സ്തനത്തിന്റെ വലുപ്പം. അല്ലാതെ സ്തനങ്ങൾ വലുതാണെങ്കിൽ ഇഷ്ടം പോലെ പാല് കിട്ടും, ചെറുതാണെങ്കിൽ ഇച്ചിരി കിട്ടും, അങ്ങനൊന്നുമില്ല. അതിനകത്ത് വലിയ വേരിയേഷൻ ഇല്ല. കണ്ടോ, ഫാറ്റിന്റെ കണ്ടന്റ് ആണ് ബ്രസ്റ്റിന്റെ വലുപ്പത്തെ തീരുമാനിക്കുന്നത്. പക്ഷേ ഈ ഗ്ലാൻഡുലാർ ടിഷ്യൂ ഇവനാണ് ഏറ്റവും പ്രധാനം. ഈച്ച് മാമറി ഗ്ലാൻഡ്, ഓരോ സ്തനവും ഉണ്ടാക്കിയിരിക്കുന്നത് ഏകദേശം 15 to 20
ലോബുകൾ കൊണ്ടാണ്. അതിനെ വിളിക്കുന്ന പേരാണ് മാമ്മറി ലോബ്സ്. അപ്പോൾ എഴുതേണ്ട പോയിന്റ് എങ്ങനെയാണെന്ന് മനസ്സിലായോ? Mammary glands are made up of glandular tissue and a variable amount of fat. The glandular tissue is divided into 15 to 20 mammary lobes. Clear? Each lobe contain ഓരോ ലോബിനകത്തും എന്തുണ്ട്? ക്ലസ്റ്റർ ഓഫ് മിൽക്ക് സെക്രീറ്റിംഗ് സെൽസ് ഉണ്ടോ? അടുത്ത പോയിന്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ടത് എന്താ? ഈച്ച് ലോബ് കണ്ടെയ്ൻ. നിങ്ങളിപ്പോൾ ചിലപ്പോൾ ആദ്യത്തെ ആവേശത്തിൽ നോട്ട്സ് എഴുതും, അതോടെ മാറ്റി വെക്കരുത്. പഠിക്കാൻ വേണ്ടി റിപ്പീറ്റ് ചെയ്ത് വീഡിയോസ് കാണുക. ഓക്കെ, അപ്പം നമുക്ക് ഓൺലൈൻ ക്ലാസ് കൊണ്ട് എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ അതാണ്. നിങ്ങൾ മിസ് ചെയ്യുന്ന കാര്യങ്ങൾ വീണ്ടും കാണാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഏതാ? പ്രീ റെക്കോർഡ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പോണത്. കുഴപ്പമില്ല, ലൈവ് ക്ലാസ് വരും, അന്നേരം ഇതൊന്നുകൂടെ പറയും. അങ്ങനെ പറയുമ്പോൾ ഡൗട്ട്സ് ഉള്ളത് പഠിച്ചവർക്ക് ചോദിക്കാൻ എളുപ്പമാണ്, വേഗം നമുക്ക് തീരുകയും ചെയ്യും. അതുകൊണ്ടാണ് രണ്ടും കൂടെ നോക്കുന്നത്. അപ്പം ക്ലസ്റ്റർ ഓഫ് മിൽക്ക് സെക്രീറ്റിംഗ് സെൽ. അടുത്ത പോയിന്റ് എന്താ? ഈച്ച് ലോബ് കണ്ടെയ്ൻ എ ക്ലസ്റ്റർ ഓഫ് മിൽക്ക് സെക്രീറ്റിംഗ് സെൽ. ഓരോ ലോബിനകത്തും ഒരു കൂട്ടം മിൽക്ക് സെക്രീറ്റിംഗ് സെല്ലുകൾ കാണും. അതിനെ വിളിക്കുന്ന പേരാണ് മാമ്മറി ആൽവിയോളി. ഈച്ച് ലോബ് കണ്ടെയ്ൻ ക്ലസ്റ്റർ ഓഫ് മിൽക്ക് സെക്രീറ്റിംഗ് സെൽസ് നോൺ ആസ് മാമ്മറി ആൽവിയോളി ഓർ സിംപ്ലി ആൽവിയോളി. അപ്പം ഇവര് പ്രൊഡ്യൂസ് ചെയ്യുന്ന മിൽക്ക് അത് അവരുടെ ലൂമണകത്ത് സ്റ്റോർ ചെയ്യും. എന്നിട്ട് അത് ഓപ്പൺ ചെയ്യുന്നത് ചില ട്യൂബ്യൂളിലേക്കാണ്. മനസ്സിലായല്ലോ? അപ്പൊ അടുത്ത പോയിന്റ് എഴുതേണ്ടത് ആൽവിയോളി ഓപ്പൺ ഇൻ ടു സ്മോൾ ട്യൂബ്സ് കോൾഡ് മാമ്മറി ട്യൂബ്യൂൾസ്. എങ്ങനെ എഴുതേണ്ടത്? ആൽവിയോളി ഓപ്പൺ ടു ഓർ ഓപ്പൺ ഇൻ ടു സ്മോൾ ട്യൂബ്സ് കോൾഡ് മാമ്മറി ട്യൂബ്യൂൾ. 15 തൊട്ട് 20 ലോബ് ഉണ്ടല്ലോ. ഇതിനകത്ത് ഓരോ ലോബിലെ മാമ്മറി ട്യൂബ്യൂൾസ് ഒരുമിച്ച് ചേർന്നുണ്ടാവുന്നതാണ് ഒരു മാമ്മറി ഡക്ട്. ഉണ്ടോ? എന്താ പറയുക? ദ മാമ്മറി ലോബ്യൂൾസ് ഓഫ് ഈച്ച് ലോബ്. ഓരോ ലോബിലെ മാമ്മറി ലോബ്യൂൾസ് മാമ്മറി ലോബ്യൂൾസ് അല്ല, മാമ്മറി ട്യൂബ്യൂൾസ് ജോയിൻ ടു ഫോം എ മാമ്മറി ഡക്ട്. അപ്പൊ അത് അങ്ങനെ എഴുതുക. The mammary tubules of each lobe join to form a mammary duct. അപ്പോൾ ഇത് ഫ്ലോ ചാർട്ട് പോലെ എഴുതിയിടുക, ഇങ്ങനെ വരച്ചിടുക. എന്നിട്ട് അതിന്റെ നോട്ട്സ് ആയിട്ട് എഴുതണം. നോട്ട്സ് ആയിട്ട് എഴുതുമ്പോൾ പറഞ്ഞല്ലോ, mammary glands are made up of glandular tissue and a variable amount of fat. The glandular tissue is divided into how many lobes? 15 to 20 lobes called mammary lobes. ഈച്ച് ലോബ് കണ്ടെയ്ൻ. ഓരോ ലോബിനകത്തും ഇപ്പം മാമ്മറി ഗ്ലാൻഡ് എടുത്തു കഴിഞ്ഞാൽ പടം നോക്കുക നിങ്ങൾ, ഞാൻ വരക്കില്ല, ഇങ്ങനെ കുറെ ലോബുകൾ കാണാം. ഓരോ ലോബിനകത്തും ഒരു കൂട്ടം മിൽക്ക് സെക്രീറ്റിംഗ് സെൽസ് കാണും. ആ മിൽക്ക് സെക്രീറ്റിംഗ് സെൽസിനെ വിളിക്കുന്ന പേരാണ് മാമ്മറി ആൽവിയോളി ഓർ ആൽവിയോളി. പിന്നെ ഫ്രം ദ ആൽവിയോളി സ്മോൾ ട്യൂബ്സ് അറൈസ് കോൾഡ് മാമ്മറി ട്യൂബ്യൂൾ. അങ്ങനെ ഒരു ലോബിലെ മാമ്മറി ട്യൂബ്യൂൾ ജോയിൻ ചെയ്തുണ്ടാവുന്നതാണ് mammary duct. The mammary tubules of each lobe join to form a mammary duct. അടുത്തെന്താ? മാമ്മറി ഡക്റ്റുകൾ 20 ലോബ് ഉണ്ടല്ലോ, അതിനകത്തുള്ള മാമ്മറി ഡക്റ്റുകൾ ഒരുമിച്ച് ചെന്ന് ചേരുന്നത് ഒരു വൈഡ് ആയിട്ടുള്ള റീജിയനിലേക്കാണ്. The mammary ducts join to form a wider region called mammary ampulla. ഉണ്ടോ? The mammary ducts join to form a wider region called mammary ampulla. This mammary ampulla is connected to lactiferous duct. അത് കഴിഞ്ഞ് നോട്ട് ചെയ്യേണ്ട കാര്യം എന്താ? യെസ്, ഇത് വൈഡം എഴുതിയിരിക്കുന്നത്. ഓക്കെ, വൈഡം mammary ampulla. The mammary ampulla is connected to lactiferous duct. Lactiferous duct finally open out through nipple. ഉണ്ടോ? നമ്മൾ പറയും സിമ്പിളായിട്ട്, അമ്മയ്ക്ക് പാലുണ്ടായിരുന്നു, കുഞ്ഞു കുടിച്ചു. പക്ഷെ ആദ്യം പാല് പ്രൊഡ്യൂസ് ചെയ്യാൻ ആര് വിചാരിക്കണം? പ്രൊലാക്റ്റിൻ എന്ന് വിളിച്ച PRL അഥവാ ലുട്ടിയോട്രോപിക് ഹോർമോൺ. അത് പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ട് കാര്യമുണ്ടോ? പുറത്തേക്ക് ഇജക്ട് ചെയ്യണമെങ്കിൽ ആര് സെക്രീറ്റ് ചെയ്യണം? ഓക്സിറ്റോസിൻ. കുഞ്ഞിത് വലിച്ചു കുടിക്കുമ്പോൾ എന്തൊക്കെ പ്രോസസ്സിലൂടെ ഇത് വരുന്നത്? ഈ മാമ്മറി ലോബ്സ് 15 to 20 മാമ്മറി ലോബ്സിനകത്തുള്ള ക്ലസ്റ്റർ ഓഫ് മിൽക്ക് സെക്രീറ്റിംഗ് സെൽസിന്റെ പേരാണ് മാമ്മറി ആൽവിയോളി. ക്ലിയർ? യെസ്.
മാമറി ആൽവിയോളയിൽ നിന്ന് പാല് മാമറി ആൽവിയോളയ്ക്കകത്ത് ഉള്ള ലൂമനകത്ത് ഇത് സ്റ്റോർ ചെയ്ത് വെക്കും. അവിടെ നിന്ന് അതിനെ പുറത്തേക്ക് ഒഴുക്കാൻ ആദ്യമുള്ള കുഞ്ഞു കുഴലുകളാണ് മാമറി ട്യൂബ്യൂൾ. അങ്ങനെ ഓരോ ലോബിലെയും മാമറി ട്യൂബ്യൂൾ ഒരുമിച്ച് ചേർന്നുണ്ടാവുന്നതാണ് മാമറി ഡക്ട്. അപ്പോൾ 15 to 20 മാമറി ഡക്ട് ഉണ്ടാവും. ആ 15 മുതൽ 20 മാമറി ഡക്ട് ചെന്ന് ഓപ്പൺ ചെയ്യുന്ന വൈഡർ റീജിയൻ ആണ് മാമറി അംബ്യുള്ള. മാമറി അംബ്യുള്ള കണക്ട് ചെയ്യുന്നത് ഒരു കുഴലിലേക്കാണ്. ആ കുഴലിന്റെ പേരാണ് ലാക്ടിഫറസ് ഡക്ട്. ലാക്ടിഫറസ് ഡക്ട് ഓപ്പൺ ചെയ്യുന്നത് ആ ബ്രസ്റ്റിന്റെ നിപ്പിളിന്റെ ടിപ്പിലായിരിക്കും. അപ്പൊ കുഞ്ഞാ നിപ്പിളാണ് സക്ക് ചെയ്യുന്നത്. അപ്പം ഇത്രയും ഡക്റ്റിലൂടെ, അതായത് മാമറി ട്യൂബ്യൂളിലൂടെ മാമറി ഡക്റ്റിലെത്തി, അംബ്യുള്ളയിലെത്തി, ലാക്ടിഫറസ് ഡക്റ്റിലൂടെ ഒന്ന് നിപ്പിളിലൂടെ ആ പാല് കുഞ്ഞിന്റെ വായിലെത്തുന്നു. ക്ലിയർ ആണ്? ഇതോടെ ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എല്ലാ ഭാഗങ്ങളും തീർന്നു. ഓക്കെ, താങ്ക് യു.